ഹലോ ഗൈസ്, ഒരു വൺ ഡേ റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 7 മണിയായപ്പോഴേക്കും നമ്മളത് അടിവാരം എത്തി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ചുരം, നമ്മളെ ടാസ്ക് സീനായ താമരശ്ശേരി ചുരം ചവിട്ടി കയറുക എന്നുള്ളതാണ്. അങ്ങനെ ചവിട്ടൽ തുടങ്ങി. അത്യാവശ്യം വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പം 4-ാം വളവ് വരെ നല്ല സ്മൂത്തായിട്ട് ചവിട്ടാൻ പറ്റി. വെയിലൊക്കെ അങ്ങോട്ട് എഫക്റ്റായി വരുമ്പോഴേക്ക് തന്നെ നമുക്കിത് ചുരം ചവിട്ടി കയറി കഴിഞ്ഞാൽ അത്ര ഒരു റിസ്ക് ഇല്ല. അപ്പം മെല്ലെ ചുരമൊക്കെ അങ്ങനെ ചവിട്ടി കയറി അത്യാവശ്യം നല്ല വ്യൂ പോയിന്റുകളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്ത്. സോളോ ആയതുകൊണ്ട് ഒരാളെ വെയിറ്റ് ചെയ്യണമെന്നോ ഒരാൾ മുന്നിൽ പോകുന്നോ ഒന്നുമില്ലല്ലോ. നമുക്കങ്ങനെ ആക്കത്തിലങ്ങ് കയറി. ഈ ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് കിട്ടുന്ന ചുരത്തിലെ ഒരു ഭാഗമാണിത്. നല്ല അടിപൊളി ആംബിയൻസ്. നമുക്ക് സൈക്കിൾ ചെയ്യുമ്പം ആണ് അധികം ആ ഒരു എഫക്റ്റ് കിട്ടൽ. വെച്ചാൽ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ നമുക്ക് ബോഡി ഹീറ്റ് ആവുന്നില്ലല്ലോ. ഇത് ബോഡി ഹീറ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റ് ആ ഒരു മരത്തിൻ്റെ ആ ഒരു തണലും ആ ഒരു വിഷ്വലും നമുക്ക് ചവിട്ടുന്ന എഫേർട്ട് നമ്മൾ മറക്കാൻ വേണ്ടി ആ ഗ്രീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷ്വലൊക്കെ അടിപൊളിയാണ്. സൈക്ലിങ്ങിൽ ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമാണത്. ചുരമൊക്കെ കയറിയതാ നല്ല വിഷ്വലൊക്കെ കണ്ട് നല്ല ഹാപ്പിയായി. നമ്മളെ കുരങ്ങനെ കണ്ട് രാവിലെ തന്നെ ഫുഡൊക്കെ അടിച്ച് നിൽക്കുന്നത് നമ്മൾ എക്കോ സ്പോട്ടിലെത്തി. എക്കോ സ്പോട്ടിൽ നിന്ന് നമ്മൾ കയറി വന്ന ആ 4-ാം വളവിലേക്കായിട്ട് നോക്കുമ്പോൾ മനസ്സങ്ങോട്ട് നിറയും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ദൂരത്തു നിന്നാണ് നമ്മളങ്ങനെ ചവിട്ടി കയറി വന്നത്. ആ കയറി വന്ന് നമ്മളെ ഈ ടവറിൻ്റെ അടുത്തുനിന്ന് താഴേക്ക് നോക്കുന്ന ആ ഒരു അനുഭൂതിയൊക്കെ അല്ലേ, അതൊന്നും പറഞ്ഞറിയിക്കാനില്ല. അടിപൊളി ഒരു വ്യൂ തന്നെ. നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. വെയിലിന് നമുക്ക് കയ്യിലൊക്കെ ഗ്ലൗവും കാര്യങ്ങളും UV ഗ്ലാസും ഹെൽമെറ്റും ഒക്കെ ഇട്ടിട്ട് ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ചവിട്ടുന്നത്. ചുരത്തിലിതാ മരമൊക്കെ കയറ്റി വരുന്ന വണ്ടിയൊക്കെ ആക്സിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവിടെ നിന്നും എക്കോ സ്പോട്ടിൽ നിന്നും 9-ാം വളവ് എത്തി. 9-ാം വളവിൽ ഇവിടെ ഒരു പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മളിതാ നേരെ വ്യൂ പോയിൻ്റ് എത്തിയപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട്. അടിപൊളി വെയിലും അടിപൊളി വിഷ്വലും. അവിടെ കുറച്ച് നട്ടുച്ചായതുകൊണ്ട് യാത്രക്കാരൊക്കെ വളരെ കുറവാണ്. 1-2 ആൾക്കാർ മാത്രമേ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടും ആ കുരങ്ങിൻ്റെയും ഒക്കെ സൈക്കിളിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനതിനെ കുറച്ച് നേരം നല്ലതുപോലെ റെസ്റ്റ് എടുത്തിട്ട് നേരെ മേലേക്ക് കയറാൻ വെച്ച്. അത് ചുരം കയറി വരുമ്പോൾ എന്തായാലും ഞങ്ങൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്സോ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതലുണ്ട്. അത് കഴിഞ്ഞ് നേരെ വയനാടെത്തി. ചൂരൽമല ദുരിതാശ്വാസ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമൊക്കെ പാസ് ചെയ്ത് നേരെ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങനെ ചവിട്ടിലൊടുങ്ങി. സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അടിപൊളി 2 ഭാഗവും ഇതുപോലെ ഞാൻ ഇത് അടുത്തൊന്നും കണ്ടിട്ടില്ല. നല്ല ചെറിയ മുളങ്കാടുകളും നടുവിലൂടെ ഒരു വഴിയും. ഇതാണ് നമ്മളെ കാരാപ്പുഴ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ഥലം, അതായത് വെള്ളം ശേഖരിച്ച് വെക്കുന്ന സ്ഥലം. അടിപൊളി ഒരു സ്ഥലമാണത്. ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എപ്പോഴും ഫേമസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അത്ര ഫേമസ് അല്ല. ഇവിടെ എത്തിയ ഒരു ഫീലിംഗ് അടിപൊളി. അത്രയും ഒരു 75 കിലോമീറ്ററാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അത് ചവിട്ടി ആ ഒരു വിഷ്വൽ അങ്ങോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തി, അത് നമ്മൾ ചവിട്ടി എത്തുമ്പോൾ അടിപൊളി തന്നെ. അടിപൊളി സ്ഥലമാണ്. ഇവിടെ അധികം ആളുകളൊന്നുമില്ല, വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു ചായപ്പിടിയും ഐസ്ക്രീം വണ്ടിയും ഒക്കെ ഉണ്ട്. ഇവിടെ ചെമ്മീൻ കെട്ട് ഇതൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി ഏരിയ തന്നെ. അവിടെ നിന്ന് 2-3 മണിക്കൂർ നല്ലതുപോലെ കണ്ട് ഒക്കെ സെറ്റായതിനു ശേഷവും മെല്ലെ ഞാനങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് നെല്ലറച്ചാൽ എന്നാണ്. നമ്മളെ മേപ്പാടിയിൽ നിന്ന് റൈറ്റിലേക്ക് കയറിയിട്ട് നെല്ലറച്ചാൽ ലൊക്കേഷൻ ഇട്ടാൽ ഇത് കിട്ടും. അടിപൊളി ഒരു സ്ഥലമാണ്. ഈ വെള്ളസംഭരണീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് കുറേ കുഞ്ഞു ദ്വീപുകൾ പോലെ പുൽമേടുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നമുക്ക് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ദ്വീപ് പോലെയാണ് ഈ സ്ഥലം. അപ്പം അവിടേക്ക് അങ്ങനെ എത്തിപ്പെടലില്ല ആരും. അത് റൂട്ടിൽ വേറല്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് സൺസെറ്റ്. അപ്പോൾ വെയിലൊക്കെ താന്ന് നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി. വയനാടിൻ്റെ ആ ഒരു സൺസെറ്റ് വിഷ്വലും തേയിലത്തോട്ടവും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനങ്ങനെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ കണ്ട് ചവിട്ടി അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയത് രാത്രി 9 മണിയായപ്പോഴേക്കും നാട്ടിലെത്താൻ സാധിച്ചു.
അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.